അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരിക്കലും എല്ലാ മനുഷ്യരെയും നല്ല കാര്യങ്ങൾ ചെയ്ത് തൃപ്തിപ്പെടുത്താമെന്ന് കരുതിയാൽ ഒരിക്കലും നടക്കുകയില്ല. നമ്മുടെ കടലിൻ്റെ തിരമാലകൾ എന്നാണോ അവസാനിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ അത് അവസാനിക്കുകയില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അവർ അംഗീകരിക്കുകയുമില്ല. മാത്രമല്ല, അംഗീകരിക്കുന്നത് പോട്ടെ, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ന്യൂനതകളും കുറ്റങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് ചില മനുഷ്യരുടെ ഹോബി. അപ്പോൾ അവരുടെ പിന്നാലെ പോകാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം, അർജുൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ 71 ദിവസമായി, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളരെയേറെ പ്രാർത്ഥനയിലും എല്ലാവരും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. ഗംഗാവാലി പുഴയിൽ 71 ദിവസമായി ആ മണ്ണിടിച്ചിലിൽ പെട്ടിട്ട് ലോറിക്കകത്ത് 71 ദിനങ്ങൾ പിന്നിട്ടു ആ മനുഷ്യനെ കണ്ടെത്താൻ, എന്തെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ചൊരു ശുഭവാർത്ത കടന്നു വരാൻ. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാർത്തകൾ കടന്നു വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ലോറിക്ക് കിട്ടിയെന്നുള്ള വാർത്ത കടന്നു വരുമ്പോൾ, കാരണം അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിനേക്കാളും ഒരു ആശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടെത്തലുകൾ. അതൊരു ആശ്വാസം നൽകുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു ചെറിയ നാമമുണ്ട്. ഈ 71 ദിനങ്ങളും പിന്നിട്ടപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മുതലാളിയായ മനാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ 71 ദിനരാത്രങ്ങളും അദ്ദേഹത്തിന് ഊണമില്ല, ഉറക്കമില്ല. കാരണം അർജുനെ കണ്ടെത്തുക എന്നുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നമ്മൾ അവസാന നിമിഷം അർജുൻ്റെ ലോറി കിട്ടുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കണ്ണുനീരണിയിക്കുന്ന വർത്തമാനങ്ങൾ നാം കേട്ടതാണ് അല്ലേ. ഒരുപാട് വികാര നിർഭനായിക്കൊണ്ടാണ് അദ്ദേഹം ഒരു ന്യൂസിൻ്റെയും മാധ്യമങ്ങളുടെയും മുന്നിലേക്ക് വരുന്നത്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ മനാഫിനെയും പച്ചയ്ക്ക് തിന്നുന്ന എത്രയോ ആളുകളുണ്ട്. ഇനിയിപ്പോൾ പേര് മനാഫായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ വിമർശിക്കപ്പെടുന്നവർ, അദ്ദേഹത്തിൻ്റെ ആ നല്ല പ്രവർത്തനങ്ങളെ വല്ലാതെ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന ചില മനുഷ്യജീവികളുമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഏതായാലും അർജുൻ്റെ ഈ ഒരു വല്ലാത്ത മരണവാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും വല്ലാതെ ദുഃഖമായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന നിമിഷമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രമേൽ പ്രതീക്ഷയോടുകൂടി ഒരു കുടുംബത്തെ കരകയറ്റുന്നതിനു വേണ്ടി വല്ലാതെ വിഷമിച്ചും ദുഃഖിച്ചും ദുഃഖാർദ്രമായ ഒരു വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ ഓർക്കുമ്പോൾ. കാരണം കുടുംബത്തെ പോറ്റാൻ വേണ്ടി പോയവനാണ്, തിരിച്ച് അദ്ദേഹത്തിൻ്റെ മൃതശരീരമാണ് കൊണ്ടുവരുന്നത് എന്ന് കേൾക്കുമ്പോൾ വല്ലാതെ ദുഃഖം തോന്നുകയാണ്. പക്ഷേ ഇതിനിടയിലും അദ്ദേഹത്തിന് വേണ്ടി ചേർത്തു പിടിച്ച മാധ്യമങ്ങൾ, അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറം ലോകം അറിയിച്ചവർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും നന്ദിയോടെ നാം സ്മരിക്കേണ്ടിയുള്ള ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നമ്മൾ ഒരിക്കലും തിരസ്കരിക്കാൻ പാടില്ല. കാരണം അദ്ദേഹത്തെ പോലെ ഉള്ളവർ, നമ്മൾ അങ്ങനെയുള്ള മുതലാളിമാരെയാണ് നാം എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടെത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ ഒരു വാക്കുകൾ, വർത്തമാനങ്ങൾ നമ്മളൊന്ന് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ഒരാൾക്ക് വല്ലാത്ത ദുഃഖം തോന്നും. മനുഷ്യരൊക്കെ എന്ത് ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ ആലോചിക്കുകയാണ്. നന്മകൾ കണ്ടെത്താൻ കഴിയാത്ത ഒരു വല്ലാത്തൊരു നികൃഷ്ട ജന്മമായി എന്തിനാണ് മാറിപ്പോകുന്നതെന്ന്. ഏതായാലും അദ്ദേഹത്തിനെക്കുറിച്ച്, അർജുനന് വേണ്ടി ഇത്രമേൽ ക്ഷമയോടെ സഹനത്തോടെ ക്ഷമിച്ച് രക്ഷാദൗത്യം നടത്തിയവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവരുടെ കൂട്ടത്തിൽ ഏതായാലും ചേർത്ത് വായിക്കേണ്ട ഒരു നാമം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, എല്ലാവിധ പ്രകൃതി ദുരക്ഷോഭങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മനുഷ്യ നല്ലവരായി ജീവിക്കാൻ നാം ശ്രമിക്കുക. നല്ല തെറ്റുകൾ കണ്ടാൽ തിരുത്തു കൊടുക്കുക. പക്ഷേ നന്മകൾ കണ്ടാൽ ആ നന്മകളെ എടുത്തു പറഞ്ഞ് നന്മകൾക്ക് വേണ്ടി പ്രശംസിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ വക്താക്കളായി നാം മാറുക. കാരണം അർജുനു വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്ന മനാഫടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ. കാരണം ഇത്രമേൽ നിങ്ങൾ ചേർത്ത് പിടിച്ചല്ലോ ഒരു മനുഷ്യ ജീവനെ. അതുപോലെ ഇതിൻ്റെ മാധ്യമ പ്രവർത്തകർ, അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട അർജുനു വേണ്ടി കാത്തിരുന്നവർ, നമ്മളൊക്കെ വളരെ അന്ന് മുതലേ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒന്ന് ജീവനോടെ ഒന്ന് തിരിച്ച് കുടുംബത്തിലെത്തിയിരുന്നെങ്കിലെന്ന്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ പറയാം. അല്ലാതെ ഇപ്പം എന്താ കഴിയുന്നത്. മാത്രമല്ല, മനാഫിൻ്റെ മറ്റൊരു വർത്തമാനം കൂടെയുണ്ട്. ഇനി എനിക്ക് അർജുൻ്റെ മകൻ ഇനി എൻ്റെ മകനെ പോലെ നോക്കാമെന്ന്
വളരെയേറെ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വല്ലാതെ ദുഃഖത്തിൻ്റെ ഇടയിലൂടെയും അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അത്രത്തോളം മനസ്സുകൊണ്ടത് നമുക്കിങ്ങനെ പുറത്തിരുന്നു കൊണ്ട് ഇങ്ങനെ കുറ്റം പറയാനേ പറ്റുള്ളൂ. പക്ഷേ അവർ തമ്മിൽ, ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും എത്രമേൽ അടുത്തുപോയി എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അർജുൻ്റെ ഓരോ വീഡിയോകൾ വരുമ്പോൾ വല്ലാത്ത സങ്കടങ്ങൾക്ക് തോന്നാറുണ്ട്. എല്ലാ ദുരന്തങ്ങളെ തൊട്ടും നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ, ഇതുപോലത്തെ അപകടം തൊട്ട് കാക്കുമാറാകട്ടെ.